empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വിധവയെ കുറിച്ചായിരുന്നു. എലീശ പ്രവാചകന്റെ പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവനായിരുന്നു ആ വിധവയുടെ ഭർത്താവ്. അദ്ദേഹം മരിച്ചതിന് ശേഷം ആ ഒരു കുടുംബം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു വരികയാണ്. സാമ്പത്തികമായി വലിയൊരു ഞെരുക്കം ആ കുടുംബം നേരിടേണ്ടി വരികയാണ്. എന്നാൽ ആ ബുദ്ധിമുട്ടുകൾ ഏറിയ നിമിഷങ്ങളിൽ അവൾ തൻ്റെ മക്കളെയും കൂട്ടി എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി വരുന്നതായി നമ്മൾ കണ്ടു. കർത്താവ് എന്താണ് തങ്ങളോട് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ അവൾ എലീശ പ്രവാചകന്റെ അടുക്കൽ എത്തുകയാ. കർത്താവ് എന്താണോ അവളോട് പറഞ്ഞത് അത് അക്ഷരം പ്രതി അവൾ അനുസരിക്കുന്നതായിട്ടാ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എങ്കിലും മറ്റൊന്നും അവൾ ചിന്തിക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് അതേപോലെ അവൾ അനുസരിക്കുകയാണ്. 37-ാം സങ്കീർത്തനം 23-ാം തിരുവാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത്, അവന് വഴി ഒരുക്കി കൊടുക്കുന്നത് കർത്താവാണ്. കർത്താവ് നമുക്ക് തുറന്നു തരുന്ന വഴിയെ നമ്മൾ കർത്താവിന് പ്രീതികരമായി മുന്നേറുകയാണെങ്കിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കർത്താവ് നമ്മെ സുസ്ഥിരമാക്കുമെന്ന തിരുവചനം നമുക്ക് ഉറപ്പു തരുന്നത്. ഇതാണ് നമ്മുടെ വിധവയുടെ ജീവിതത്തിലും കണ്ടത്. സാഹചര്യങ്ങളെല്ലാം എതിരായിരുന്നു, യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് തുറന്നു കൊടുത്ത വഴിയിൽ അവൾ മുന്നേറി. കർത്താവിന് പ്രീതികരമായി അവൾ നിന്നു. അപ്പോൾ കർത്താവിന്റെ ആ കരുതലിന്റെ കരം ആ കുടുംബത്തിന്റെ മേൽ വരികയാണ്. ആ കുടുംബത്തെ കർത്താവ് സുസ്ഥിരമാക്കുകയാ. അവരുടെ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിച്ച് അവരെ അനുഗ്രഹിച്ചുയർത്തുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കരുതലിന്റെ വിധങ്ങൾ നാമും അനുഭവിച്ചിട്ടില്ലേ? നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളെ വഴി നടത്തുന്ന, നമ്മളെ നയിക്കുന്ന കർത്താവ്, ആ കർത്താവിനെ നമുക്കൊന്നു ചേർന്ന് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ഒരു നയിപ്പിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കാനുള്ള ആ ഒരു ലക്ഷ്യത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? കഷ്ടതയിലും കാരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ. ഹല്ലേലൂയ. കഷ്ടതയിലും കാരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? ഞങ്ങൾ ഏറ്റു പറയുകയാണ്, ഞങ്ങളെ വഴി നടത്തിയത് അത്ഭുതകരമായ വിധങ്ങളിലൂടെ, ഒരിക്കലും തുറക്കപ്പെടാത്ത വാതിലിലൂടെ ഞങ്ങൾ മുന്നോട്ട് നയിച്ചത് അങ്ങയുടെ കരമായിരുന്നു. അങ്ങയോട് ചേർന്ന് നിന്നപ്പോൾ ആയിരുന്നു കർത്താവേ ഞങ്ങൾക്ക് വഴികൾ തുറന്നു കിട്ടിയത്. അങ്ങ് ഞങ്ങളെ നടത്തിയ അത്ഭുതകരമായ വിധങ്ങളെ ഓർത്ത്, വഴികളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോൾ, ജീവിതത്തിൻ മേടുകളിൽ
വചനം നൽകി ധൈര്യം നൽകിയിടും, വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. അങ്ങ് നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവേ നന്ദി പറയുകയാണ്. കർത്താവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവ് നയിച്ച വഴിയെ മാത്രം ജീവിച്ച് ഞങ്ങളെ കാണിച്ചു തന്ന, ഞങ്ങൾക്ക് പാഠങ്ങൾ പകർന്നു നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ കാണിച്ചു തന്ന വഴിയെ മുന്നോട്ട് പോകുവാൻ, കർത്താവ് നയിക്കുന്ന വഴിയെ പോകുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, യൗസേപ്പിതാവ് ഞങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു തന്നതുപോലെ കർത്താവിൻ്റെ നയിപ്പിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാനുള്ള ആ ഒരു കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിലെ ഒരു വിധവയുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് നമ്മോട് എന്താണ് പറയുന്നത് എന്നതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് പുതിയ നിയമത്തിലെ ഒരു വിധവയുടെ ജീവിതത്തെക്കുറിച്ചാണ്. നമുക്കൊക്കെ സുപരിചിതയായ ഒരു വിധവയാണ്. നമ്മളൊക്കെ കേട്ട് പരിചിതരായ ഒരു 2 ചെമ്പു നാണയങ്ങൾ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിച്ച ആ ഒരു വിധവയെക്കുറിച്ച്. ആ വിധവയുടെ ആ പ്രവൃത്തിയിലൂടെ കർത്താവിന് എന്താണ് നമ്മ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കാനുള്ളതെന്നാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. നമുക്ക് തിരുവചന ഭാഗത്തേക്ക് വരാം. വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കാസ് ശ്ലീഹായുടെ സുവിശേഷത്തിലും നമുക്ക് ഈ ഭാഗം കാണുവാനായി സാധിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നാണ്. അവിടെ 12-ാം അധ്യായം 41-ഉം 42-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പു നാണയങ്ങൾ ഇട്ടു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് അവിടെ ദേവാലയത്തിൽ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് അവിടെ ആ നിക്ഷേപങ്ങൾ ഇടുന്നവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ പേര് അവിടെ വരുന്നുണ്ട്. പലരും പല തുകകളും നിക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഈ ദരിദ്രയായ ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പു നാണയങ്ങൾ നിക്ഷേപിച്ച ആ ഒരു വിധവയിലേക്കായിരുന്നു. എന്തായിരുന്നു ആ വിധവ നിക്ഷേപിച്ച ഏറ്റവും വില കുറഞ്ഞ ആ 2 ചെമ്പ് നാണയങ്ങളുടെ പ്രത്യേകതയെന്ന് 44-ാം തിരുവാക്യത്തിൽ കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് ആ ഒരു വിധവ വന്ന് ആ ചെമ്പുനാണയങ്ങൾ ഇടുന്നുണ്ട്. എന്നാൽ കർത്താവ് അവളുടെ ഉള്ള് കാണുകയായിരുന്നു. മറ്റാർക്കും അത് കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും നോക്കുമ്പോൾ വളരെ തുച്ഛമായൊരു നിക്ഷേപം ആ വിധവ അവിടെ നിക്ഷേപിക്കുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ എന്താ കണ്ടത്? ആ വിധവയുടെ ജീവിതം മുഴുവൻ കർത്താവ് കാണുകയായിരുന്നു. തിരുവചനം എന്താ പറയുന്നേ?
അവളുടെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ ആ 2 ചെമ്പു നാണയങ്ങളിൽ ഉണ്ടായിരുന്നു. അത് മുഴുവൻ നിക്ഷേപിച്ച ആ വിധവയെ കർത്താവ് കാണുന്നത്. ലോകത്തിന്റെ മുൻപിൽ ഒത്തിരി പേർ വന്ന് വലിയ വലിയ തുകകൾ അവിടെ ഇടുന്നുണ്ട്. ലോകത്തിനെ സംബന്ധിച്ച് അതൊക്കെ വലിയ അപ്രിസിയേഷന് കാരണമാണ്. എന്നാൽ കർത്താവ് ദൃഷ്ടി പതിപ്പിച്ചത് ഈ ചെമ്പു നാണയങ്ങൾ ഇട്ട വിധവയിലേക്കായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാമും പലപ്പോഴും സമ്പത്തായിട്ട് തന്നെയല്ല, ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ കർത്താവിന് പലതും സമർപ്പിക്കുന്നവരാണ്. എന്നാൽ ലോകം വില മതിക്കാത്ത തലത്തിൽ കർത്താവ് അതിനൊക്കെ എത്രത്തോളം വില തരുന്നുണ്ടെന്ന ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ അതിനൊന്നും വില തോന്നണമെന്നില്ല. എന്നാൽ കർത്താവ് അതെല്ലാം, ആ ജീവിതം മുഴുവൻ കാണുകയാണ്. കർത്താവാണ് അവിടെ മാർക്കിടുന്നത്. കർത്താവ് അത് മുഴുവൻ കാണുകയാ. അവിടെ ഇട്ട ഓരോ വ്യക്തികളെയും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിക്ഷേപിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് വിലയിരുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് വില കൊടുത്തത് ഈ ഒരു വിധവയ്ക്കാ. അവളുടെ ആ ജീവിതത്തിന്റെ വക മുഴുവൻ അവിടെ കൊണ്ടുപോയി അവൾ നിക്ഷേപിക്കുമ്പോൾ കർത്താവ് അവളുടെ ജീവിതം മുഴുവൻ കാണുകയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന, അതിനൊക്കെ മാർക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ വിചാരിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല കർത്താവ് നമുക്ക് മാർക്ക് തരുന്നത്. ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു വ്യക്തി അവളെ നോക്കിയിരിക്കുന്നുണ്ടെന്ന്. എന്നാൽ കർത്താവ് അവളെ കാണുകയായിരുന്നു. മറ്റാരും കാണാത്ത, മറ്റാരും വില കൊടുക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് അവളെ കാണുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ 15-ാം അധ്യായം 3-ാം തിരുവാക്യത്തിൽ എന്താ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്? കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. തിരുവചനം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്, കർത്താവിന്റെ ദൃഷ്ടികൾ, അത് ദുഷ്ടരായിക്കൊള്ളട്ടെ ശിഷ്ടരായിക്കൊള്ളട്ടെ, ആ ഒരു വ്യത്യാസമില്ല. കർത്താവ് എല്ലാവരെയും, ഓരോ പ്രവൃത്തിയെയും ഉറ്റുനോക്കിക്കൊണ്ടായിരിക്കുന്നേ. നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും കർത്താവ് മാർക്കിടുന്നുണ്ട് പ്രിയമുള്ളവരെ. അതിനനുസരിച്ച് ആ ഒരു ബോധ്യത്തിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. നമ്മുടെ പ്രവൃത്തികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. അത് ദുഷ്ടരുടെ ചീത്ത പ്രവർത്തികളായിക്കൊള്ളട്ടെ നല്ല പ്രവർത്തികളായിക്കൊള്ളട്ടെ, കർത്താവ് നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടായിരിക്കുന്നേ. നമുക്ക് പുതിയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം, അവിടെ 4-ാം അധ്യായം 13-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം എന്താ പറഞ്ഞു തരുന്നത്? അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. കർത്താവിന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഇങ്ങനെ നോക്കിയിരിക്കുന്ന, വ്യക്തമായി നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കർത്താവിന്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കേണ്ടത്. നമുക്കവിടെ പറഞ്ഞു നിൽക്കാൻ യാതൊരു അവസരവുമില്ല. കാരണം ഇതെല്ലാം വളരെ വ്യക്തമായി നിരീക്ഷിച്ച് കഴിഞ്ഞ കർത്താവിന്റെ മുൻപിലാണ് നാം കണക്ക് ബോധിപ്പിക്കാനായി ചെന്ന് നിൽക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വിധവ, അവൾ ഇങ്ങനെ കർത്താവ് നോക്കിയിരിക്കുന്നതൊന്നും കണ്ടിട്ടല്ല, അല്ലെങ്കിൽ സൃഷ്ടാവായ ദൈവം മനുഷ്യരൂപത്തിൽ അവിടെ ഇരിക്കുന്നുണ്ടെന്നത് അറിഞ്ഞിട്ടല്ല അവൾ തനിക്ക് ഉണ്ടായിരുന്ന അത് മുഴുവൻ കൊണ്ടുപോയി ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത്. അവളുടെ ഹൃദയത്തിൽ നിന്ന് അവൾ അത് നൽകുകയായിരുന്നു. ആ ഒരു പ്രവൃത്തി കർത്താവ് അവിടെ വലിയ മാർക്കിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആ തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം, അവിടെ 12-ാം അധ്യായം 43-ാം തിരുവാക്യത്തിൽ കർത്താവ് അവിടെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ച് അവൾക്ക് നൽകുന്ന ഒരു മാർക്കുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് കർത്താവിന്റെ വാല്യൂ സിസ്റ്റം. അവിടെ എത്രമാത്രം വലിയ തുകകൾ നിക്ഷേപിച്ചവരുണ്ടായിരുന്നു. തിരുവചനം തന്നെ പറയുന്നു, പലരും വന്ന് വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് കർത്താവ് കണ്ടുവെന്ന്.
എന്നാൽ ഈ ദരിദ്രയായ വിധവ എടുത്തു പറയുന്നുണ്ട്, ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങളായിരുന്നു അവളുടെ ഒരു ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം. അത് അവൾ കൊണ്ടുപോയി നിക്ഷേപിച്ചപ്പോൾ കർത്താവ് അതിന് കൊടുത്ത മാർക്ക് എന്താ? തിരുവചനത്തെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഈശോ എന്താ പറഞ്ഞത്? ആ ദരിദ്രയായ വിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അവളുടെ ജീവിതത്തെ മുഴുവൻ കണ്ട കർത്താവ് അവൾക്ക് മാർക്കിടുകയാണ്. എല്ലാം കാണുന്ന ഒരു ദൈവത്തെ പ്രിയമുള്ളവരെ നമ്മൾ സേവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതിന് വ്യക്തമായ ഒരു ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊക്കെ അറിയാം ഹാഗാറിനെ കുറിച്ച്. സാറായുമായി പ്രശ്നത്തിലായ ഹാഗാർ അവരുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഒളിച്ചോടുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു ഭാഗത്ത് മറ്റാരും അവളെ കാണുന്നില്ല. അവൾ ഒത്തിരിയേറെ വിഷമിച്ച് സാറായിൽ നിന്ന് ഓടിപ്പോകുന്ന സമയം. എന്നാൽ അവളുടെ ആ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് കർത്താവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 13-ാം തിരുവാക്യത്തിൽ ഹാഗാർ കർത്താവ് തന്നെ കണ്ടു എന്നറിഞ്ഞപ്പോൾ, കർത്താവ് തന്നെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്നറിഞ്ഞപ്പോൾ ഹാഗാറിന്റെ ഒരു പ്രസ്താവനയുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ, അവിടെ വന്ന് അവളോട് കർത്താവിന്റെ ദൂതൻ സംസാരിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനം പറയുകയാണ്, അവൾ ഹാഗാർ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണിത്. എൽ റോയ് നമ്മുടെ കർത്താവിന്റെ ഒരു നാമമാണ് നമുക്ക് അവിടെ അനാവരണം ചെയ്ത് കിട്ടുന്നത്. എൽ റോയ് ആണ് നമ്മുടെ കർത്താവ്. എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാനും അവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ്, എന്നെ കാണുന്ന കർത്താവ് എന്ന് പറഞ്ഞാണ് ഹാഗാർ ദൈവത്തെ എൽ റോയ് എന്ന് വിളിക്കുന്നത്. കർത്താവിന്റെ ഈ സ്വഭാവം തന്നെയാണ് ഇവിടെ ഈ വിധവയുടെ കാര്യത്തിലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ആ വിധവയെ കണ്ടുകൊണ്ടിരിക്കുന്ന, അവളുടെ പ്രവർത്തികളെ, അവളുടെ ജീവിതത്തെ കണ്ടറിഞ്ഞ ഒരു ദൈവത്തെയാ പരിശുദ്ധ വചനം നമുക്കിവിടെ വെളിപ്പെടുത്തി തരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം. നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ ഓരോ ചിന്തകളെ പോലും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഓരോ നിമിഷവും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എൽ റോയ് എന്ന നമ്മുടെ കർത്താവിൻ്റെ പേര്. നമ്മെ കാണുന്ന ആ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അതാണ് ഈ വിധവ ഇന്ന് നമ്മോട് പ്രധാനമായും പറഞ്ഞു തരുന്നത്. മറ്റാരും അറിയാത്ത അവളുടെ ജീവിതത്തെ, മറ്റാരും കാണാത്ത അവളുടെ ആ ഒരു നിക്ഷേപത്തെ കർത്താവ് കാണുകയാണ്. എല്ലാം കാണുന്ന ഒരു കർത്താവിനെയാ തിരുവചനം നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കർത്താവ് അവൾക്ക് കൊടുത്ത ആ ഒരു റിമാർക്ക്. മറ്റാരെക്കാളും അധികമായി അവൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന കർത്താവ് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈ ലോകത്തിൻ്റെ ഒരു വാല്യൂ സിസ്റ്റം അതല്ല നമ്മുടെ കർത്താവിൻ്റെ വാല്യൂ സിസ്റ്റം. കർത്താവ് വില കൊടുക്കുന്നത് ലോകത്തിന് വില ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ലോകം വലിയ വില കൊടുത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ യാതൊരു വിലയും ഉണ്ടാകണമെന്നില്ല. കർത്താവിൻ്റെ മുൻപിൽ വിലയുള്ളതായിട്ട് നമ്മൾ കാണുവാനായി പഠിക്കണം പ്രിയമുള്ളവരെ. ലോകത്തെ പ്രസാദിപ്പിക്കുവാൻ, ലോകത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യുവാൻ നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ അതിൽ കർത്താവ് എത്രമാത്രം വില നൽകുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഈ ഒരു വിധവ മറ്റാരെക്കാളും, ലോകത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ മറ്റാരെക്കാളും തുച്ഛമായ ഒരു നിക്ഷേപമാണ് അവിടെ ചെയ്തത്. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞേ? എല്ലാവരെക്കാളും വലിയ വലിയ തുകകൾ കൊണ്ടിട്ടവരെക്കാളും ഒക്കെ വലിയ നിക്ഷേപമാണ് ഈ വിധവ അവളുടെ ആ വില കുറഞ്ഞ, വിലയില്ലാത്ത 2 ചെമ്പു നാണയങ്ങളിലൂടെ കൊടുത്തതെന്നാ കർത്താവ് പറഞ്ഞത്. പരിശുദ്ധ വചനത്തിൽ പലയിടത്തും നമുക്കിത് കാണുവാൻ സാധിക്കും. ലോകം വില നൽകിയ പലതും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിലയും ഇല്ലാത്തതായിരുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്നും മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടന്നു വരാം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം, അവിടെ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. അവിടെ കർത്താവിന്റെ ആഹ്വാന പ്രകാരം സാമുവേൽ പ്രവാചകൻ ഇസ്രായേലിന്റെ പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് കർത്താവിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ജെസ്സയുടെ വീട്ടിലേക്ക്, ബെത്ലഹേംകാരനായ ജെസ്സയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്.
അവിടെ കർത്താവിന്റെ ഈ ഒരു ആഹ്വാനം കേട്ടപ്പോൾ ജെസ്സെ തന്റെ 7 ആൺമക്കളെ അവിടെ നിരത്തി നിർത്തുകയാ. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് ഇവരിൽ ആർക്കാണെന്ന് അറിയുവാനുള്ള ആ ഒരു അഭിവാജ്ഞയോടെ ജെസ്സെ കാത്തിരിക്കുകയാണ്. തന്റെ 7 ആൺമക്കളിൽ ആരെയാണ് അടുത്ത രാജാവായി കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അറിയുവാനുള്ള അഭിവാഞ്ഛയോടെ ജെസ്സെ കാത്തിരിക്കുകയാണ്. എന്നാൽ തിരുവചനം എന്താ പറയുന്നേ? 6-ാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. ഏലിയാബ്, അതായത് ജെസ്സയുടെ മൂത്ത പുത്രനാണ് ഏലിയാബ്. സാമുവേലിനെ സംബന്ധിച്ചിടത്തോളം ഏലിയാബിനെ കണ്ടപ്പോൾ സാമുവേലിന് എന്താ തോന്നിയെന്നാണ് തിരുവചനം തുടർന്ന് പറയുന്നത്. കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് സാമുവേൽ പ്രവാചകന് തോന്നുവാണ്. പ്രവാചകൻ നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും രാജാവാകാൻ തികച്ചും യോഗ്യനായവനായിരുന്നു ഏലിയാബ്. എല്ലാ രീതിയിലും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അവനെന്ന് സാമുവേൽ പ്രവാചകൻ വിചാരിക്കുകയാണ്. എന്നാൽ 7-ാം തിരുവാക്യത്തിൽ കർത്താവ് എന്താ പറയുന്നത്? എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവ് എങ്ങോട്ടാ നോക്കുന്നത്? ഹൃദയഭാവത്തിലേക്കാ കർത്താവ് നോക്കുന്നത്. ഈ വിധവയുടെ കാര്യത്തിലും ഇത് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹൃദയഭാവത്തിലേക്കാ കർത്താവ് നോക്കുന്നത്. ഇവിടെ ജെസ്സയുടെ 7 ആൺമക്കളെയും കർത്താവ് തിരസ്കരിക്കുകയാണ്. അവരെ ഒന്നും കർത്താവ് സെലക്ട് ചെയ്യുന്നില്ല. കർത്താവ് സെലക്ട് ചെയ്യുന്നത് മനുഷ്യരാൽ യാതൊരു വിലയും നൽകപ്പെടാതെ ആടുകളെ മേയ്ക്കാൻ വിട്ട അവരുടെ ഇളയ മകൻ, ജെസ്സയുടെ ഇളയ മകനായ ദാവീദിനെയാണ് കർത്താവ് പിന്നീട് രാജാവായി അഭിഷേകം ചെയ്യുന്നത്. ദാവീദിനെ കാണുമ്പോൾ വെറും ഒരു ഇടയ ചെറുക്കനാണ് ദാവീദ്. മനുഷ്യരുടെ നോട്ടത്തിൽ ഒരു രാജാവിന് വേണ്ട യാതൊരു യോഗ്യതയും അവനില്ല. എന്നാൽ ഹൃദയഭാവത്തിലേക്ക് നോക്കിയ കർത്താവിന് ദാവീദ് സംപ്രീതനായിരുന്നു. ദാവീദിൽ കർത്താവ് സംപ്രീതനാവുകയാ. അവനെ അഭിഷേകം ചെയ്യാൻ സാമുവേലിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മനുഷ്യന്റെ ബാഹ്യരൂപത്തിലല്ല, ഹൃദയഭാവത്തിലാണ് കർത്താവ് ശ്രദ്ധിക്കുന്നതെന്ന് വെളിപ്പെടുത്തി തരുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് നൽകുന്ന ആ ഒരു വാല്യൂ സിസ്റ്റം, കർത്താവ് നൽകുന്ന ഒരു വില, അത് ഒരിക്കലും മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല. മനുഷ്യർ ആ വില കൊടുക്കുന്നത് ഒന്നിനും കർത്താവ് വലിയ കാര്യമായി കാണുന്നില്ല. കർത്താവ് ഹൃദയഭാവത്തിലേക്ക് നോക്കിയിട്ടാണ്, ഹൃദയ ആന്തരിക വിശുദ്ധിയിലേക്ക് നോക്കിയിട്ടാണ് കർത്താവ് വിലയിടുന്നത്. അതാണ് ഇവിടെ ഈ വിധവ നമുക്ക് പറഞ്ഞു തരുന്നത്. അവളുടെ ഹൃദയഭാവത്തിലേക്ക് നോക്കിയപ്പോൾ കർത്താവ് അവളിൽ സംപ്രീതനാവുകയായിരുന്നു. അവൾക്ക് വലിയൊരു റിമാർക്ക് കർത്താവ് കൊടുക്കുകയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേട്ടു സുഭാഷിതങ്ങൾ 15-ാം അധ്യായം 3-ാം തിരുവാക്യത്തിൽ കർത്താവ് വീണ്ടും നമ്മോട് അരുളി ചെയ്യുകയാണ്, കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു. കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. നല്ലവനെന്നോ ദുഷ്ടനെന്നോ ഒന്നുമില്ല. കർത്താവ് എല്ലാവരെയും ഉറ്റുനോക്കിക്കൊണ്ടായിരിക്കുന്നേ. ഓരോരുത്തരുടെയും ഓരോ പ്രവൃത്തികളും കർത്താവ് കണ്ടുകൊണ്ടായിരിക്കുന്നേ. അതിനെയെല്ലാം വിലയിരുത്തിക്കൊണ്ടായിരിക്കുന്നേ. അതിന് കണക്ക് ബോധിപ്പിക്കാൻ നമ്മൾ മുകളിൽ കർത്താവിന്റെ മുൻപിൽ ചെല്ലുന്ന ആ ഒരു സമയമുണ്ട്. അപ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു, കർത്താവ് അതിന് എത്രമാത്രം വില നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മനുഷ്യരുടെ നോട്ടം പോലെ അല്ല, മനുഷ്യർ കാണുന്നത് പോലെ അല്ല നമ്മുടെ കർത്താവ് കാണുന്നത്. കർത്താവ് ഹൃദയഭാവത്തിലേക്കാണ് നോക്കുന്നത്. ബാഹ്യമോടികളിലല്ല, ആന്തരികതയിലേക്കാ കർത്താവ് നോക്കുന്നത്. മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്തതിലേക്കാ കർത്താവ് നോക്കുന്നത്. ഇതാണ് വിധവയുടെ ജീവിതത്തിലൂടെ ഇന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത്. കർത്താവ് എല്ലാം കണ്ടുകൊണ്ട് എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ട് ഉറ്റുനോക്കിക്കൊണ്ടെന്നാ തിരുവചനം പറയുന്നേ. അങ്ങനെ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു കർത്താവാ നമുക്കുള്ളത് പ്രിയമുള്ളവരെ. ആ കർത്താവിന്റെ മുൻപിൽ നന്ദിയോടെ നമുക്കായിരിക്കാം. കർത്താവ് എന്നെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്, എൻ്റെ പ്രവർത്തികളെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്താനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മെ കാത്ത് പരിപാലിക്കുന്ന, നമ്മെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന, ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ കാത്ത് പരിപാലിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈശോ, ഞങ്ങൾ വിശ്വസിക്കുന്നു. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈശോയേ, ഈ ദൈവം എന്റെ ദൈവം, ഈ താരൻ എന്റെ താരൻ. ഹല്ലേലൂയ. ഈ ദൈവം എന്റെ ദൈവം, ഈ താരൻ എന്റെ താരൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, ബോധ്യത്തോട് ഞങ്ങൾ ഏറ്റു പറയുകയാണ്, അങ്ങ് ഞങ്ങളെ ഉറ്റു നോക്കിയിരിക്കുന്ന, എപ്പോഴും ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, പാലിക്കുന്നോൻ പരമോന്നതൻ. പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, പാലിക്കുന്നോൻ പരമോന്നതൻ. ഹല്ലേലൂയ. ഈ ദൈവം എന്റെ ദൈവം, ഈ താരൻ എന്റെ താരൻ. നന്ദി ഈശോയേ. ഈ ദൈവം എന്റെ ദൈവം, ഈ താരൻ എന്റെ താരൻ. ഹല്ലേലൂയ, ഈ താരൻ എന്റെ താരൻ. ഹല്ലേലൂയ. ഈ താരൻ എന്റെ താരൻ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു ബോധ്യത്തിൽ ഞങ്ങൾ മുന്നേറുവാൻ, ഈ ബോധ്യത്തിൽ ഞങ്ങൾ അടിയുറച്ചു വളരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന, ഞങ്ങളെ ഉറ്റു നോക്കിയിരിക്കുന്ന ആ ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വിധവയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരു പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാം. എപ്പോഴും നമ്മെ നോക്കിയിരിക്കുന്ന ആ ഒരു കർത്താവ്, ആ ഒരു ബോധത്തോടെ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.